ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 63 വരെയുള്ള വിശുദ്ധ വചനങ്ങൾ കേൾപ്പിൻ. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 63 വരെയുള്ള വിശുദ്ധ വചനങ്ങൾ കേൾപ്പിൻ. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിൻ്റെ തെക്കേ അറ്റത്ത് ഏദോമിൻ്റെ അതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിൻ്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെയായിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നേയയുടെ തെക്കേ കൂടി കയറി ഹെസ്രോൻ കടന്ന് ആദാരിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞ് അസ്മോനിലേക്ക് കടന്ന് മിസ്രയീം തോട് വരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം. കിഴക്കേ അതിർ യോർദാൻ്റെ ആഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാൻ്റെ ആഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത് ഹെഗ്ലോയിലേക്ക് കയറി ബേത് ആരാബായുടെ വടക്കു കൂടി കടന്ന് രൂബേൻ്റെ മകനായ ബോഹാൻ്റെ കല്ല് വരെ കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ ആഖോർ താഴ്വര മുതൽ തെബീരിലേക്ക് കയറി വടക്കോട്ട് തോട്ടിൻ്റെ തെക്കുവശത്തുള്ള അധുമീം കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിൽ ചെന്ന് ഏൻ ഷെമേഷ് വെള്ളത്തിങ്കലിലേക്ക് കടന്ന് ഏൻ രോഗേലിങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിനോം താഴ്വരയിൽ കൂടി കയറി യെരുശലേമും എന്ന യെബൂസ്യഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹെനോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും റെഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടുമുള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹിലെ നീരുറവയിലേക്ക് തിരിഞ്ഞ് എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കീര്യത്ത് യെയാരീം എന്ന ബാലായിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സെയീർ മല വരെ തിരിഞ്ഞ് കെസാലോൻ എന്ന യെയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത് ഷെമേഷിലേക്ക് ഇറങ്ങി തിമ്നായിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് എക്രോൻ്റെ പാർശ്വം വരെ ചെന്ന് ഷിക്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമലയിലേക്ക് കടന്ന് യബ്നേലിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. ഇത് യഹൂദ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിൻ്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ പുത്രന്മാരായ ശേഷായി, അഹിമാൻ, തൽമായി എന്നീ 3 അനാക്യരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ തെബീർ നിവാസികളുടെ നേരെ ചെന്നു. തെബീരിൻ്റെ പേർ മുമ്പേ കീര്യത്ത് സേഫർ എന്നായിരുന്നു. കീര്യത്ത് സേഫർ ജയിക്കുന്നവൻ ഞാൻ എൻ്റെ മകൾ അക്സായിയെ ഭാര്യയായി കൊടുക്കും എന്ന് കാലേബ് പറഞ്ഞു. കാലേബിൻ്റെ സഹോദരനായ കീൻസിൻ്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സായിയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തൻ്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരേണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളെയും കൂടി എനിക്ക് തരേണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്കും മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. ഏദോമിൻ്റെ അതിർക്കരികെ തെക്കേ അറ്റത്ത് യഹൂദ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ: കെബ്സേൽ, ഏദേർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദേശ്, ഹാസോർ, ഈദ്നാൻ, സീഫ്, തേലേം, ബയാലോത്ത്, ഹാസോർ, ഹത്ത, കിരിയോത്ത് ഹാസോർ എന്ന കിരിയോത്ത്, ഹെസ്രോൻ, അമാം, ഷെം,
മൊലാദ, ഹസർ ഗദ, എഷ്മോൻ, ബേത് പേലേദ്, ഹസർ ഷുവാൽ, ബേർ ഷേബ്, ബിസോദ്യ, ബാല, ഈം, ഏസെം, എൽ തോൽദ്, കേസിൽ, ഹോർമ, സിക്ലാഗ്, മത്മന, സന്ന, ലെബായോത്ത്, ഷിൽഹീം, അയീൻ, റിമ്മോൻ, ഇങ്ങനെ ആകെ 29 പട്ടണം അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്തായോൽ, സോര, അഷ്ന, സനോഹ, ഏൻഗന്നീം, തപ്പുഹ, ഏനാം, യർമൂത്ത്, അതുല്ലാം, സോഖോ, അസേഖ, ഷാരീം, അതിഥീം, ഗെദേര, ഗെദേരോദീം, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാശ, മിക്ത്, ഗാദ്, ദിലാൽ, മിസ്പ, യൊക്തെയിൽ, ലാഖീഷ്, ബോസഗത്ത്, എഗ്ലോൻ, കബോൻ, ലമാസ്, കിത്ലീഷ്, ഗെദേരോത്ത്, ബേത് ദാഗോൻ, നാമ, മഖേദ, ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, ഏഥേർ, ആഷാൻ, യിപ്താഹ്, അഷ്ന, നസീബ്, ഖീല, അക്ലീബ്, മരേഷ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എക്രോനും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവയൊക്കെയും അവയുടെ ഗ്രാമങ്ങളും. അസ്തോദും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. ഗസായും മിസ്രൈം തോട് വരെയുള്ള അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. മഹാസമുദ്രം അതിന് നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമീർ, യഥീർ, സോഖോ, ദന്ന, ദബീർ എന്ന കീര്യത്ത് സന്ന, അനാബ്, എസ്തേമോ, അനീം, ഗോഷൻ, ഹൊലോൻ, ഗീലോ, ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ധൂമ, എഷാൻ, യാനീം, ബേത് തപ്പുഹ, അഫേഖ, ഹൂമദ്, ഹെബ്രോൻ എന്ന കീര്യത്ത് അർബ, സിയോർ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമേൽ, സീഫ്, യൂദ, ഇസ്രായേൽ, യൊക്തെയാം, സാനോഹ, കയീൻ, ഗിബെയ, തിമ്ന, ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹൂൽ, ബേത് സൂർ, ഗേദോർ, മാരാദ്, ബേത് അനോത്ത്, എൽദേഖോൻ, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. കീര്യത്ത് യയാരീം എന്ന കീര്യത്ത് ബാൽ, രബ്ബ, ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബേത് അരാബ, മിഥീൻ, സെഖാക, നിപ്ഷാൻ, ഈർ ഹമേല, ഏൻ ഗദി, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്ന് വരെ യഹൂദ മക്കളോട് കൂടെ യെരുശലേമിൽ പാർത്തുവരുന്നു. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു. സ്നേഹിക്കും